എങ്ങനെയാണ് ഐഷോസ്പീഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്തത്? I'm gonna post this video 3 years later. Right now, I have 5.9 thousand subs right now. ഇത് ഐഷോസ്പീഡ് 3 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ആ സമയത്ത് ഐഷോസ്പീഡിന് 5900 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പറയുന്ന സമയത്ത് ഈ പയ്യൻ ഒരു ജീനിയസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ചിരിക്കും. പക്ഷേ ഈ പയ്യന് തന്റെ ചാനലിനെ ഗ്രോ ചെയ്യാൻ ഒരു മാസ്റ്റർ സ്ട്രാറ്റജി തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഐഷോസ്പീഡിന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ ഏകദേശം 39.4 മില്യൺ സബ്സ്ക്രൈബേഴ്സിലധികം കാണാൻ കഴിയും. അതായത് വെറും 3 വർഷം കൊണ്ട് 5900 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 39.4 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഐഷോസ്പീഡ് യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് $20 മില്യൺ അതായത് ഏകദേശം 160 കോടി. അതും വെറും ഒരു സ്ട്രീമിംഗ് യൂട്യൂബ് ചാനലിന് എങ്ങനെയാണ് ഇത്രയധികം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്? ഞാൻ ഐഷോസ്പീഡിന്റെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 2 ആഴ്ചകളായി റിസർച്ച് ചെയ്യുകയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഐഷോസ്പീഡ് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ യൂട്യൂബറായി മാറിയതെന്നാണ്. പക്ഷേ എനിക്ക് ഐഷോസ്പീഡിന്റെ യൂട്യൂബ് ചാനലിൽ പല സ്ട്രാറ്റജീസും കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ ഐഷോസ്പീഡിന്റെ ചാനലിൽ കിട്ടിയ ഇൻഫോർമേഷൻ എല്ലാം ചേർത്തുകൊണ്ട് ഒരു 4 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കി. ആൻഡ് it will definitely a success formula for a new YouTubers. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിലോ അതുമല്ലെങ്കിൽ ഭാവിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്ത് ഈ 8 മിനിറ്റുള്ള യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് കേൾക്കാൻ തയ്യാറായിക്കോളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. യൂട്യൂബിലെ പല നീഷിലുള്ള പുതിയ ക്രിയേറ്റേഴ്സിനും ഗ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം കോമ്പറ്റീഷൻ ആണ്. അതായത് അവിടെ ആൾറെഡി ബിഗർ ക്രിയേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ക്രിയേറ്റേഴ്സിന് അവിടെ നിന്ന് വളർന്നു വരാൻ കഴിയുന്നില്ല. സോ ഇവിടെയാണ് ഐഷോസ്പീഡിന്റെ ആദ്യ സ്ട്രാറ്റജി വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 4 വർഷം പിറകിലോട്ട് പോകേണ്ടി വരും. അന്ന് സ്പീഡ് ഇന്നത്തെ പോലെ സൂപ്പർ റിച്ച് ഒന്നും ആയിരുന്നില്ല. കയ്യിൽ പൈസയൊന്നുമില്ലാത്ത ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം കുട്ടി. ആ സമയത്ത് ഐഷോസ്പീഡിന് 16 വയസ്സായിരുന്നു. അപ്പോഴാണ് ഐഷോസ്പീഡ് ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും അന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പേര് കളിക്കുന്ന ഫോർട്ട്നൈറ്റ് എന്ന ഗെയിം ആയിരുന്നു ലൈവ് സ്ട്രീമിംഗ് ഐഷോസ്പീഡ് ചെയ്തത്. പക്ഷേ ഏറ്റവും കൂടുതൽ പേർ ആ ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് ആ യൂട്യൂബ് നീഷിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഐഷോസ്പീഡ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തു. പക്ഷെ എന്നിട്ടും വ്യൂസ് കിട്ടിയിരുന്നില്ല. ആ സമയത്ത് സ്പീഡ് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ പോയാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്ന്. കാരണം വലിയ നീലക്കടലിലുള്ള ഷാർക്കുകൾക്കിടയിലെ ഒരു നെത്തോലി മീന് മാത്രമാണ് സ്പീഡ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ഒരു ബ്ലൂ ഓഷൻ തനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ സ്പീഡ് തീരുമാനിച്ചു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാ സ്ട്രീമേഴ്സും കിടിലൻ ക്വാളിറ്റി ഗെയിം പ്ലേയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്പീഡ് ഫോക്കസ് ചെയ്തത് എന്റർടൈൻമെന്റ് സ്ട്രീമിംഗിലായിരുന്നു. അതായത് ഐഷോസ്പീഡ് അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്റർടൈൻമെന്റ് ലൈവ് സ്ട്രീമിംഗ്. സ്പീഡ് നല്ല ഗെയിം പ്ലേയിൽ ഫോക്കസ് ചെയ്യാതെ ലൈവിൽ കുറച്ചും കൂടി ഫണ്ണാക്കാനും യൂണിക് കോണ്ടന്റ്സ് കൊണ്ടുവരാനും തുടങ്ങി. ഐഷോസ്പീഡിന്റെ പണ്ടത്തെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിൽ നല്ല രീതിയിൽ ക്വാളിറ്റി കുറവായിരിക്കും. ലൈവിൽ കിടന്ന് വിളിക്കുന്നതും ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതും പുരയ്ക്കുന്നതും ഒക്കെ ആയിരിക്കും. ടോട്ടലി പറഞ്ഞാൽ ഒരു ഫുൾ എന്റർടൈൻമെന്റ് സ്ട്രീമിംഗ്. പക്ഷെ ഇതെല്ലാം ആ സമയത്ത് വേറെ വലിയ ക്രിയേറ്റേഴ്സിന് തന്റെ ഓഡിയൻസിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. സോ ഇതിലൂടെ തന്നെ സ്പീഡ് തനിക്ക് വേണ്ടി ഒരു ബ്ലൂ ഓഷൻ ഉണ്ടാക്കി. അതായത് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള നീഷിൽ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് വാല്യൂ കൊടുക്കാൻ കഴിയാത്ത നീഷിൽ അവിടെ നിങ്ങളൊരു യൂണിക് കോണ്ടന്റ് ഉണ്ടാക്കി അവിടെ നിങ്ങൾക്കൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ തന്നെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഓഡിയൻസ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്റെ ചാനലും ഈ സെയിം സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ചാനലിലെ കോണ്ടന്റ് മലയാളത്തിലെ ഒരു ചാനലിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു യുണീക് ഡിമാൻഡ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഇതാണ് ഐഷോസ്പീഡിന്റെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ. ഈ വീഡിയോയിൽ നിന്ന് ഐഷോസ്പീഡ് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഐഷോസ്പീഡിന്റെ ഫുൾ ഡീറ്റെയിൽഡ് യൂട്യൂബ് റവന്യൂ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതും കൂടാതെ തന്നെ യൂട്യൂബിൽ വൈറലാവുന്നത് ഭാഗ്യമാണെന്ന് ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ലക്കിനെ പോലെ നമ്മുടെ ചാനൽ വൈറലാവാൻ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് യൂട്യൂബിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെട്രിക്സ് ആണ് റിട്ടേണിംഗ് ഓഡിയൻസ്. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ
റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് കാണാൻ കഴിയും. ഇവർ നമ്മളുടെ ചാനലിലെ മോസ്റ്റ് ലോയൽ ഓഡിയൻസ് ആണ്. അതായത് നമ്മുടെ കോണ്ടന്റ് ജെന്യുവൻലി ഇഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പുതിയ വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കുന്ന ഓഡിയൻസ്. പക്ഷേ ഇവർ എത്രത്തോളം കൂട്ടാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ഗ്രോ ചെയ്യാനും കഴിയും. ഇവിടെയാണ് ഐഷോസ്പീഡിന്റെ ഒരു കിടിലൻ സ്ട്രാറ്റജി വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് യുണീക് പേഴ്സണാലിറ്റി. നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് യൂട്യൂബർ കാണും. പക്ഷേ സത്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ കോണ്ടന്റ് മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റി കൂടെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബറായി മാറിയത്. എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു മൊബൈലിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ കാണാൻ പോവുകയാണ് യൂട്യൂബിൽ. എങ്കിൽ ഇതിൽ നിന്ന് ഏത് യൂട്യൂബറിന്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുക? ഇവരെല്ലാരും ഒരേ കോണ്ടന്റ്സ് ആണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഒരാളെ മാത്രം സെലക്ട് ചെയ്തു? ഇതിന് കാരണം നമ്മൾ ഓരോ യൂട്യൂബറിന്റെ കോണ്ടന്റ് മാത്രമല്ല പേഴ്സണാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഐഷോസ്പീഡിന്റെ പേഴ്സണാലിറ്റി നോക്കിയാൽ ഹൈപ്പർ അഗ്രസീവ് ആയിട്ടുള്ള ലൈവിൽ കിടന്ന് നിലവിളിക്കുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റൊണാൾഡോവിനെയും ആനിമേനെയും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. സോ തന്റെ ഇങ്ങനത്തെ ഒരു യുണീക് പേഴ്സണാലിറ്റിയിലൂടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലാർജ് നമ്പർ ഓഫ് റിട്ടേണിംഗ് വ്യൂവേഴ്സിനെ ഐഷോസ്പീഡ് ഉണ്ടാക്കി. സോ ഇതുപോലെ ഒരു യുണീക് പേഴ്സണാലിറ്റി നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവരാൻ നോക്കുക. നിങ്ങൾ ഇത് ഏത് ബിഗ് ക്രിയേറ്ററിന് നോക്കിയാലും ഇങ്ങനത്തെ ഒരു യുണീക് പേഴ്സണാലിറ്റി അവരിൽ കാണാൻ കഴിയും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വലിയ ക്രിയേറ്റേഴ്സിൽ നിന്ന് ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കടം തന്നിരുന്നെങ്കിലെന്ന്? അതായത് ഹാക്കേഴ്സ് വേറെ ഒരാളിൽ നിന്ന് ഡാറ്റാസ് അടിച്ചു മാറ്റുന്നത് പോലെ വലിയ ക്രിയേറ്റേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അടിച്ചു മാറ്റുക. എങ്കിൽ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഓഡിയൻസ് ഹാക്കിംഗ്. അതായത് ഓഡിയൻസ് ഹാക്കിംഗ് എന്നാൽ ഒരു എക്സിസ്റ്റിംഗ് ഫാൻ ബേസിൽ നിന്ന് അവരുടെ ഫാൻസിനെ നമ്മുടെ ഓഡിയൻസിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഐഷോസ്പീഡ് ഈ സ്ട്രാറ്റജിയുടെ അൾട്ടിമേറ്റ് വെർഷൻ ആയിരുന്നു ഉപയോഗിച്ചത്. ഏകദേശം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിനടുത്ത് എത്തിയപ്പോൾ ഐഷോസ്പീഡിന് മനസ്സിലായി ഇനി ഓഡിയൻസിന്റെ ചാനലിൽ കൊണ്ടുവരണമെങ്കിൽ പഴയ പോലെ ഗെയിമിങ്ങിന്റെ ലൈവ് സ്ട്രീം മാത്രം ഇട്ടാൽ പോരാ എന്ന്. അങ്ങനെ ഐഷോസ്പീഡ് ആ സമയത്തുള്ള എല്ലാ യൂട്യൂബേഴ്സിന്റെ അടുത്തും കൊളാബറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ സമയത്ത് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്ന ആഡിൻ റോസ് എന്ന യൂട്യൂബറുമായി ആദ്യമായി കൊളാബറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആഡിൻ റോസിന്റെ ഓഡിയൻസിന് സ്പീഡിന്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയും അങ്ങനെ സ്പീഡ് ആഡിൻ റോസിന്റെ വലിയ സബ്സ്ക്രൈബർ ബേസിനെ തന്നെ തന്റെ ചാനലിൽ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഐഷോസ്പീഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഫുട്ബോൾ പ്ലെയറായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാനായി മാറുന്നു. ഇത് ഐഷോസ്പീഡിന്റെ ഒരു കിടിലൻ പ്ലാൻ ആയിരുന്നു. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഐഷോസ്പീഡിന് ജെന്യൂൻ ആയിട്ടുള്ള റൊണാൾഡോയോടുള്ള ഇഷ്ടം. അതിലൂടെ തന്നെ റൊണാൾഡോ ഫാൻസിന് ഐഷോസ്പീഡിനെ ഇഷ്ടപ്പെടുകയും അതിലൂടെ ഐഷോസ്പീഡ് റൊണാൾഡോയുടെ ഫാൻസിന്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ബീസിന്റെ പല വീഡിയോസിലും സ്പീഡിനെ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ WWE, വിരാട് കോഹ്ലി, ആനിമേ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ ഓരോ നീച്ചിലെ ഓഡിയൻസിലോട്ട് സ്പീഡ് പോവുകയും അവിടെയുള്ള ഓഡിയൻസിനെ സ്പീഡിന്റെ ഓഡിയൻസ് ആക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. എക്സാമ്പിൾ ഈ വീഡിയോ നോക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത പകുതി പേരും സ്പീഡിന്റെ കോണ്ടന്റ് കാണുന്നവരായിരിക്കും, സ്പീഡിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ അടുത്ത ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കയറി കാണുകയും അങ്ങനെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ ഐഷോസ്പീഡിന്റെ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. അതായത് ഐഷോസ്പീഡിന്റെ ഒരു ചെറിയ ശതമാനം ഓഡിയൻസിനെ എന്റെ ചാനൽ കൊണ്ടുവരിക. പക്ഷെ എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഐഷോസ്പീഡിന് ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? ഇതിന്റെ കാരണം ഐഷോസ്പീഡിന്റെ അടുത്തൊരു സ്ട്രാറ്റജി ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോണ്ടന്റ് റീപർപ്പസിംഗ്. അതായത് കോണ്ടന്റ് റീപർപ്പസിംഗ് എന്ന് പറയുന്നത് മിനിറ്റുകളോ മണിക്കൂറുകളോ വീഡിയോയിലെ ചെറിയ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും അപ്ലോഡ് ചെയ്യുക. ഇത് ഐഷോസ്പീഡിന്റെ വൺ ഓഫ് ദി കോർ സ്ട്രാറ്റജി ആയിരുന്നു. ഈ ഒറ്റ സ്ട്രാറ്റജിയിലൂടെയാണ് ഐഷോസ്പീഡ് ഇത്രയും വലിയ സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എങ്ങനെയെന്ന് വെച്ചാൽ ഐഷോസ്പീഡ് 1 മണിക്കൂർ തൊട്ട് 11 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ലൈവ് സ്ട്രീമിംഗ് ചെയ്യും. അതിനുശേഷം ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയുള്ള ക്ലിപ്സുകൾ തന്റെ സെക്കൻഡ് ചാനലിലും മെയിൻ ചാനലിലും അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 സെക്കൻഡ് മുതൽ 45 സെക്കൻഡ് വരെയുള്ള ഷോർട്സ് ക്ലിപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഈ അപ്ലോഡിംഗ് സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂ ഓഡിയൻസിനെ ഐഷോസ്പീഡിനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതും കൂടാതെ തന്നെ ഐഷോസ്പീഡിന്റെ ഫാൻസും ഐഷോസ്പീഡിന്റെ ഫാൻ പേജ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഐഷോസ്പീഡിന്റെ ഫണ്ണായിട്ട് ക്ലിപ്പുകൾ അതിൽ അപ്ലോഡ് ചെയ്യും. അതിലൂടെ അവർക്ക് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും. കാരണം ഐഷോസ്പീഡിന്റെ പോക്കറ്റ് തന്നെ കാണുമ്പോൾ ആരായാലും ഒന്ന് കണ്ടു നിന്ന് പോകും. ഇതിലൂടെ കുറച്ച് ചീത്തകളൊക്കെ സൈഡിൽ നിന്ന് ഐഷോസ്പീഡിന് കിട്ടുമെങ്കിലും ഐഷോസ്പീഡ് ഒരു സൈഡിലൂടെ പോപ്പുലർ ആയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്കും ഈ സ്ട്രാറ്റജി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ലോങ് ഫോം വീഡിയോസിന്റെ 20 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും അപ്ലോഡ് ചെയ്യുക. കാരണം ഈ ഷോർട്ട് ഫോം വീഡിയോസിന് ലോങ് ഫോം വീഡിയോസിനെക്കാളും കൂടുതൽ വ്യൂസ് കിട്ടും. അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന്റെ ചാനൽ കൊണ്ടുവരാനും കഴിയും. പക്ഷെ എങ്ങനെയാണ്?
ഒരു സ്ട്രീമറായ ഐഷോസ്പീഡിന് ഏകദേശം 100 കോടിയിലധികം റവന്യൂ യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. സോ ഇനി നമുക്ക് ഐഷോസ്പീഡിന്റെ ടോട്ടൽ യൂട്യൂബ് ഇൻകം നോക്കാം. എങ്ങനെയാണ് ഐഷോസ്പീഡ് ഒരു യൂട്യൂബ് മില്യണറായി മാറിയതെന്ന്. ആദ്യം ഈ വീഡിയോ മാത്രം എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തെന്ന് നോക്കാം. നോർമലി സ്പീഡിന്റെ നീഷിലെ RPM എന്ന് പറയുന്നത് $1.51 ആണ്. അതായത് ഓരോ 1000 വ്യൂസിനും 128 രൂപ കിട്ടും. അപ്പോൾ ടോട്ടൽ മണി ഈ വീഡിയോയിൽ നിന്ന് ജനറേറ്റ് ചെയ്തത് ഇത്രയും ഡോളേഴ്സ് ആണ്. അതായത് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്താൽ ഏകദേശം 2.7 കോടി രൂപ. ഇനി ഐഷോസ്പീഡിന് ലൈഫ് ടൈം ആയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ നോക്കാം. ഐഷോസ്പീഡിന്റെ ടോട്ടൽ ആയിട്ട് 4 ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്. ഇതിലെല്ലാത്തിന്റെ വ്യൂസ് കൂടി കൂട്ടിയാൽ ഏകദേശം 7.6 ബില്യൺ വ്യൂസിലധികം വരും. ഇനി ഇതിനെ RPM വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഡോളേഴ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്താൽ 95 കോടി രൂപയിലധികം വരും. പിന്നെ സ്പീഡിന് ഇതല്ലാതെ തന്നെ മെർച്ചൻഡൈസ് ഉണ്ട്. അതും കൂടെ തന്നെ ചാനൽ സ്പോൺസർഷിപ്പ് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബ് റവന്യൂവിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് എന്നായിരിക്കും കിട്ടുക. പിന്നെ ചാനൽ മെമ്പർഷിപ്പ്, ടിക്ടോക്ക് പാർട്ണർ പ്രോഗ്രാം, സ്പോട്ടിഫൈ മ്യൂസിക് ക്രിയേറ്റർ, സൂപ്പർ ചാറ്റ്, ഇവിടെ നിന്നല്ല സ്പീഡ് മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം വെച്ച് നോക്കിയാൽ സ്പീഡിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 100 കോടിയിലധികം വരും. ആലോചിച്ച് നോക്കാൻ വെറും ഒരു യൂട്യൂബർ ആണ്. സോ ഈ കാൽക്കുലേഷൻ എല്ലാം ഞാൻ നിങ്ങളെ അപമാനിക്കാൻ പറഞ്ഞതല്ല, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. പിന്നെ ലോകത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് യൂട്യൂബറാണ് മിസ്റ്റർ ബീസ്റ്റ്. സോ മിസ്റ്റർ ബീസ്റ്റിന്റെ സ്ട്രാറ്റജി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഭാവിയിൽ ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ട്രാറ്റജിനെ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ബൈ ബൈ.